ചൂരൽമല ദുരിതബാധിതർക്കായി മുസ്ലിം ലീഗ് നിർമ്മിച്ച വീടുകളിലെ താമസം ഇന്നാണ് കേട്ടോ. സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് ബാക്ക് കാണില്ലേ? അപ്പോൾ ഏതായാലും നമുക്ക് സമ്മതം കിട്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടുത്തെ മൊത്തം കാഴ്ചകൾ, ഇന്ന് താമസക്കാർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ അതിൻ്റെ മുൻകൂട്ടിയുള്ള സെറ്റപ്പുകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താളി. ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതാണ് നമ്മുടെ മേപ്പാടി മുട്ടിൽ റോഡ് കേട്ടോ. അവിടുന്ന് കറക്റ്റ് ഇങ്ങോട്ട് എൻട്രൻസ്. ഇവിടെയൊക്കെ ഫുള്ള് റോഡൊക്കെ ഫുള്ള് ഇൻ്റർലോക്ക് വിരിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓരോ വീടിൻ്റെ മുറ്റും ഒക്കെ ഇതവരെ ഇൻ്റർലോക്കൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയൊക്കെ ഫുള്ള് ലൈറ്റൊക്കെ കത്തിച്ച് സംഭവം ഉഷാറായിരുന്നു കേട്ടോ. ഇനി ഇവിടെ എത്രത്തോളം വീടുകളിൽ താമസക്കാരെത്തിയിട്ടുണ്ടോയെന്നറിയില്ല. ഏതായാലും നമുക്ക് താമസക്കാരെ കിട്ടിയാൽ നമുക്കിതിൽ പെടുത്താം കേട്ടോ. ഇവിടെ ഇന്നത്തെ പരിപാടിയുടെ ഇതെന്താ ഇവിടുത്തെ മുറ്റം സ്പെഷ്യൽ? ഇത് അവരുടെ വീട്ടുകാർ തന്നെ ചെയ്തായിരിക്കുമോ? അത് അവർക്ക് ചെയ്യാനുള്ള അവകാശമുണ്ട് കേട്ടോ. വീടുകളിൽ എന്ത് മാറ്റം വരുത്താനും ഓരോ വീട്ടുകാരിനുള്ള അവകാശമുണ്ട്. ആ ഒരു ഇതിൽ ചെയ്തായിരിക്കും അല്ലേ? ഓരോ വീട്ടുകാരും തമ്മിൽ നടത്തുന്ന പരിപാടി കേട്ടോ. നിങ്ങൾ ഇവിടുത്തെ താമസക്കാരാ? നിങ്ങൾ എന്ന് ഇന്നലെ വന്ന് എല്ലാ താമസക്കാരും എത്തിയോ? എന്താ നിങ്ങളെ പേരെന്താ? സൈഫുദ്ദീൻ. എല്ലാ താമസക്കാരും എത്തിയില്ല, ഇനി താമസക്കാരെ വരാണ്ടല്ലേ. നിങ്ങളെ വീട് ഏതാ? താഴെ പോകണം. അതൊക്കെ നറുക്കിട്ടിട്ട് ചെറിയ പണി, നമ്മളതായിട്ടുള്ള ചെറിയ പണികളൊക്കെ ഉണ്ട്. ഇപ്പൊ അവിടെ ഒരു മുറ്റത്ത് അവർ ചെയ്ത പണിയായിരിക്കില്ല അത്? അതവർ ചെയ്താണ്. ഇതൊക്കെ നമ്മൾ ഇതൊക്കെ ചെയ്താണ്. പക്ഷെ അവർ മതിൽ കെട്ടിത്തരും. ബാക്കി നമ്മൾ ഗേറ്റ് ഒക്കെ വെക്കാൻ പോകുന്നല്ലേ? ഇതിപ്പോ നിങ്ങളായിട്ട് നടത്തുന്ന പരിപാടിയാണല്ലോ അത് നമ്മളായിട്ട് നടത്തുന്നത്. അത് നമ്മൾ അറിഞ്ഞിട്ട് അത് അറിഞ്ഞിട്ട് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായി. അതൊക്കെ എല്ലാരും അറിയിക്കണത്. അപ്പൊ നിങ്ങള് എല്ലാരും കൂടി വരുന്ന ഒരു പരിപാടി. ഓക്കെ, നല്ല സന്തോഷം. അതേതായാലും ആ കൂട്ടായ്മ നല്ലതാ. ഇനി എന്നും നിങ്ങളെ കാലാകാലം ഇവിടെ നിലനിൽക്കട്ടെ. അത്ര തന്നെ. എല്ലാവരും ഇങ്ങനെ എന്താ ജോലി ചെയ്തിനി അവിടെ? ഞാൻ കടയിലായിരുന്നു. ഇപ്പൊ ഇനി ഇവിടെ വന്നാൽ അടുത്ത പരിപാടി എന്താ? പോകണ്ടല്ലേ? അപ്പൊ കുഴപ്പമില്ല. ഇനി കൂലിപ്പണിക്ക് പോണ ആൾക്കാർക്ക് ഈ നാട്ടിലൊക്കെ കൂടാം. പിന്നെ അവിടേതായിട്ടുള്ള ജോലികൾ എന്തെങ്കിലും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള ആളുകൾ അങ്ങനെ ഒന്നും ഉണ്ടാവില്ലല്ലേ? പിന്നെ ഇവിടെ താമസം പിടിക്കും. പഞ്ചായത്ത് പണിയും മറ്റേ തൊഴിലുറപ്പിന്റെ ഓരോരുത്തരായി ഇങ്ങനെ ഇത്ര തന്നെ ആയല്ലേ? സന്തോഷം തന്നെ. നമുക്കവിടെ പിന്നെ പേര് ഇതൊക്കെ ഉണ്ടായിരുന്നു. ഉപ്പയും പെങ്ങളെ മോനും ഒക്കെ മരണപ്പെട്ടു. നമ്മളിനിപ്പോ വിദ്യയാണല്ലോ അത് നമ്മൾ. ഏതായാലും ഇപ്പൊ നിങ്ങള് സന്തോഷമല്ലേ ഈ വീടൊക്കെ കിട്ടിയപ്പോലെ? ഓക്കെ. ഇതിപ്പോ എത്ര മണിക്കാ? കറക്റ്റ് 4 മണിക്ക് പരിപാടി. 4 മണിന്ന് പറഞ്ഞു. എന്താ വേലൊക്കെ 5 മണിയൊക്കെ കഴിയില്ലേ? ഓ ആയിക്കോട്ടെ. ഇനിയിപ്പോ എന്തായാലും താഴത്ത് ഇനിയിപ്പോ ഒരു മാറ്റമൊക്കെ വരാനുണ്ട്. ഇനി ആളുകൾ പിന്നെ ആളുകൾ താമസിക്കുന്നതനുസരിച്ച് കടകളും ഒക്കെ ഇനി വന്നോളൂ. ഒക്കെ വന്ന് ഉഷാറായിക്കോളും. ഇതൊക്കെ നല്ലൊരു സ്ഥലല്ലേ? വയനാടിനെ സംബന്ധിച്ച് നല്ല എല്ലാ ഭാഗത്തും മലകളും നല്ലൊരു വിശാലമായ സ്ഥലല്ലേ? ഓക്കെ കേട്ടോ, താങ്ക് യു. ഓക്കെ, മൂപ്പര് നല്ല വിധത്തിൽ സംസാരിച്ചിട്ടോ. സന്തോഷം. നമ്മൾ വീടുകളിലേക്ക് കയറി ചെന്നിട്ട് ചിലപ്പം അതൊരു ഇഷ്ടക്കേടായതിനാൽ പിന്നെ ഞാൻ ചോദിക്കാനൊന്നുമില്ല. അതായാലും മൂപ്പര് കിട്ടിയതിനെ കൊണ്ട് കറക്റ്റ് വിവരങ്ങൾ അറിഞ്ഞു. അപ്പം ഇവിടെയാണ് നമ്മുടെ ഫുഡ് ഏരിയ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ വീടാട്ടോ ഞാൻ കാണിച്ചത്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഇങ്ങോട്ട് കയറി വന്നിട്ട് ഇവിടെ താഴത്തേക്കുള്ള ഈ ഭാഗത്തേക്കുള്ള അവസ്ഥകൾ ആദ്യം നമുക്ക് ഇന്നത്തെ ഫുഡ് ഏരിയ ഒന്ന് പോയി നോക്കാം. എത്ര കിലോക്കായി നിങ്ങളെ ഓർഡർ നിന്ന് വെച്ച് കൊടുക്കാനുള്ള? നിങ്ങളെ 1500 പേർക്കുള്ള ഭക്ഷണം നമ്മൾ 1800 പേർക്കുള്ള ഭക്ഷണം ഒന്ന് കരുതുന്നുണ്ട്. ബീഫ് ബിരിയാണി, ചിക്കൻ മന്തി, പൊറോട്ട, വെള്ളപ്പം, ബട്ടർ ചിക്കൻ, പനീർ മട്ടർ മസാല എല്ലാം കൊണ്ടിട്ടുള്ളത്. ഏതായാലും ഇന്നത്തെ ഫുഡ് കുശാൽ. 1600 പേരിന് എത്ര കിൻഡൽ വരും?
ഇപ്പോൾ നമ്മൾ പിന്നെ 120 കിലോ ബിരിയാണി ഉണ്ട്, 80 കിലോ പിന്നെ മന്തി ഉണ്ട്, പിന്നെ 2000 പൊറാട്ട, 2000 വെള്ളപ്പം, എല്ലാം കൂടെ ആയിട്ട് 1600 1800ഓളം വരുന്ന ആളുകൾക്ക് സുഭിക്ഷമായിട്ട് കഴിക്കാവുന്ന. ഇതിൽ ഈ വീടുകളിലായിട്ട് എത്ര ആളങ്ങൾ കണ്ടത്? അതായത് പുറമെന്നല്ലാതെ നിങ്ങൾക്ക് അങ്ങനെ ഒരു കണക്ക് കിട്ടി? ഈ വീടുകൾ ഇവർ ഓരോ കുടുംബവും 20 പേരെ വെച്ച് കണക്ക് വെച്ചാണ്, അവരുടെ അടുത്ത റിലേറ്റീവ്സ് 20 പേരാണ് വരുന്നത്. എന്തായാലും വരും. പിന്നെ ഇവരെ ആ ദുരന്ത സമയത്ത് ഇവരുടെ കൂടെ നിന്ന ആളുകൾ, പിന്നെ നേതാക്കന്മാരുണ്ട്, മറ്റ് സംഘടനകളുടെ ആളുകളുണ്ട്. അവരൊക്കെ ഇവരുടെ ഈ ഒരു സന്തോഷത്തിലേക്ക് അവർ ക്ഷണിച്ചിരിക്കുകയാണ്. ആ സന്തോഷത്തിന്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ സന്തോഷമുണ്ട്. അല്ല, നിങ്ങളിപ്പോൾ ഇത് കാറ്ററിംഗ് ആയിട്ട് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ വീടുകളിലായിട്ട് വെക്കാൻ പോണ ആ ഇതിൽപ്പെട്ടതാണ്? നിങ്ങളെ കറക്റ്റ് അറിയാം, ഞാൻ കോഴിക്കോട് നിന്ന് വരുന്നതാണ്. എന്താന്ന് കറക്റ്റ് വിവരം പറഞ്ഞാൽ? ആരെങ്കിലും ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ് ആണ്, സുൽത്താൻ ബത്തേരിയാണ് നമ്മുടെ ഹെഡ് ഓഫീസ് വരുന്നത്. ഇനി ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണമെങ്കിൽ നമ്പർ വിളിച്ചാൽ മതി. ഏത് നമ്പറൊന്ന് പറഞ്ഞാൽ ഇതിൽ തന്നെ പറഞ്ഞാൽ 8921599932. ഓക്കെ. ആരെങ്കിലും ഒക്കെ വിളിച്ചോളിട്ടോ. ഉഷാറാണ്. ഇനിയിപ്പോൾ ഇന്ന് കഴിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ ആളുകൾ പറയും. അപ്പോൾ എന്തായാലും അത് കേട്ടിട്ട് വിളിച്ചാളിട്ടോ. അപ്പം ആ റോഡ് ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് ഒരു വളഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് റോഡ് വന്നിട്ട് ഇങ്ങനെ താഴത്തേക്ക് ഉണ്ടോ, ഇവിടുന്ന് ഇങ്ങോട്ട് താഴത്തേക്ക്. ഓ, നല്ലൊരു എന്താ പറയുക, ഇപ്പം നമ്മുടെ വില്ലകൾ എന്നൊക്കെ പറയില്ലേ, അതിനെക്കാട്ടിയൊക്കെ വലിയൊരു ആംബിയൻസ് അല്ല കേട്ടോ. നമ്മളിവിടെ ചെറിയ ചെറിയ വീടുകൾ എന്ന് പറഞ്ഞ മാതിരിയല്ല, ഇത് നല്ല വൃത്തിയിൽ റോഡുകളും കാര്യങ്ങളും ഫുള്ള് ഇൻ്റർലോക്ക് പിടിച്ച റോഡുകളും. സാധാരണ നമ്മുടെ വില്ലകളൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെയുള്ള ഒരു ആംബിയൻസ്, അതിനെക്കാട്ടും വലിയ സെറ്റപ്പായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അത്രയും വൃത്തി കാര്യങ്ങൾ. ഇനി ഇവരുടെ മിറ്റും കാര്യങ്ങളൊക്കെ ചെടികളും കാര്യങ്ങളൊക്കെ കൊണ്ട് വന്ന് ഉഷാറായി കഴിഞ്ഞാൽ താമസക്കാരൊക്കെ വന്ന് അവരുടെ വീട് അവരെന്നെ സംരക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായി, സൂപ്പർ. ഇവിടെ എവിടെ ഒരു കോയൽ കിണർ കുഴിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെയാണെന്നുള്ളത് ഇപ്പോൾ എവിടെയാണെന്ന് പോയി വെക്കുക. ഇതാട്ടോ നമ്മുടെ കോയൽ കിണർ ഈ ഒരു റൗണ്ടിൻ്റെ ഉള്ളിലാണ് കറക്റ്റ് ഈ സ്പോട്ട്. ഇനി ഇതിനുള്ള മോട്ടറുകളും കാര്യങ്ങളൊക്കെ സ്ഥാപിക്കാനുള്ള ഇതും പിന്നെ അതിന് കവറിങ്ങൊക്കെ വരും ഈ സ്ലാബിൻ്റെ അടിയിലാട്ടോ. നല്ല 8 ഇഞ്ചിൻ്റെ ഇവരിപ്പോൾ കറക്റ്റ് എത്ര ഇഞ്ചാണ്, 8 ഇഞ്ചിലും മേലെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല വലിയ കോയൽ കിണറാട്ടോ. ഏതായാലും നല്ല വെള്ളം കൊണ്ട് പോകുന്നുണ്ട്, ഉഷാർ വെള്ളം. കാലാകാലം വെള്ളം നിലനിൽക്കട്ടെ, എല്ലാവർക്കും ഉപയോഗിക്കാനുള്ളത്. പിന്നെ ഇവിടെയൊക്കെ ഒരു വയൽ പ്രദേശം കേട്ടോ, വെള്ളത്തിനൊരു കുഴപ്പമില്ല. പിന്നെ അതവിടെ നല്ലൊരു കിണറും ഉണ്ട് ഇവിടെ. ഇനി കിണറില്ലെങ്കിൽ കോയിലില്ലെങ്കിൽ കിണർ, ആ തോതിൽ തന്നെ 2 സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അതുകൂടാതെ ഇനി ഇതിൻ്റെ വേറെ പൈപ്പ് ലൈനും ഇങ്ങോട്ട് വരുന്നുണ്ട്. നമ്മുടെ വയനാട് മൊത്തത്തിൽ കണക്ഷനുള്ള ജപ്പാൻ പദ്ധതി എന്നൊക്കെ പറഞ്ഞാൽ അതുപോലെയുള്ള പദ്ധതി, അതും ഇവിടേക്ക് വരുന്നുണ്ടാവും. ഇതിനുള്ള ടാങ്കാട്ടോ അത്. നല്ല ഹൈറ്റിൽ വീടുകളെക്കാട്ടി ഒക്കെ നല്ല ഹൈറ്റിൽ എല്ലാ വീടുകളിലെ ടാങ്കുകളിലേക്കും വെള്ളം എത്തിക്കാനുള്ള ആ സെറ്റപ്പ് തന്നെയാണ്. ആവശ്യത്തിന് തുറക്കുക അങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ എന്താണ്, എപ്പോഴും ഇങ്ങനെ മോട്ടറിട്ട് കളിക്കേണ്ട ആവശ്യമില്ല. ഈ ടാങ്ക് അങ്ങോട്ട് നിറച്ച് കഴിഞ്ഞാൽ പിന്നെ അവരുടേതായ ടാപ്പുകൾ അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ അവരുടെ വീടിന് മുകളിലുള്ള ടാങ്കുകളൊക്കെ നിറഞ്ഞോളും. അതിന് വേണ്ടിയിട്ടാണ് വലിയൊരു ടാങ്ക് അവിടെ നിർമ്മിച്ചിരിക്കുന്നത്. നല്ല ഹൈറ്റ് ഉണ്ട്, 50 അടിയോളം ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ കുറച്ച് അവിടുന്ന് ഇങ്ങോട്ട് ഒരിത്തിരി താഴ്ചയിലായിട്ടാണത്. അതുകൊണ്ട് തന്നെ എല്ലാ വീടുകളിലൊക്കെ എത്താനായാലും അവർ നല്ല ഉയർത്തിയിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ലീഗിൻ്റെ അതായതുകൊണ്ട് തന്നെ പിന്നീടും എല്ലാ കാര്യത്തിലൊരു നോട്ടം ഉണ്ടാവും കേട്ടോ. ഇവിടെയുമുണ്ട് ആളുകൾക്ക് ഇരിക്കാനുള്ള ഒരു പരിപാടി കേട്ടോ. ഭക്ഷണം കഴിക്കാനും ഒക്കെ അതിനുള്ള സെറ്റപ്പ് കൂടി ഉണ്ട്. അവിടെ ടേബിൾ സൈഡിൽ കൂടി ഇരുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു ദുആക്ക നടത്താനും അംഗന്മാർക്കൊക്കെ ഇരിക്കാനുള്ള ആ ഒരു സെക്ഷൻ വേറെ കേട്ടോ. അവിടെ ആ ഒരു കൂടാരം, അവിടെയാണ് അവരൊക്കെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ. ഏതായാലും വീടുകളിലൊക്കെ താമസക്കാരെത്തിയിട്ടുണ്ട്. വീടിൻ്റെ ഉള്ളിൽ കയറി കാഴ്ചകളൊക്കെ ഞാൻ കഴിഞ്ഞ വട്ടം ഫുള്ള് കാണിച്ചതാട്ടോ. അപ്പം ഇനിയും അത് കയറി ആളുടെ വെറുതെ പോലെ ബുദ്ധിമുട്ടില്ല. ഫാമിലി മക്കളെല്ലാവരും ഉണ്ട്. അപ്പോൾ ഇനി വീടുകളിലേക്ക് കയറേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര നിർബന്ധമുള്ള ആൾക്കാർ, കാണാൻ വാശിയുള്ള ആൾക്കാരിൻ്റെ കഴിഞ്ഞ വീഡിയോ ഒന്ന് കണ്ടാൽ മതി കേട്ടോ.
ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇതൊക്കെ ഇനി ആൾതാമസമുള്ള വീടുകളായി. ഇനിയൊന്നും അതിൻ്റെ ബാക്കോട്ടൊന്നും പോകാൻ പറ്റില്ല. അല്ല, അതൊക്കെ ഒരു പ്രൈവസി ഏരിയ ആയിട്ട് മാറിക്കഴിഞ്ഞു. ഇവർ കുറേ ആളുകൾ താമസക്കാർ വന്നു കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ അങ്ങോട്ട് പോകണ്ട. ഇതൊക്കെയാണ് ഫുള്ള് വർക്കൊക്കെ ഫുള്ള് ഫിനിഷിങ് കേട്ടോ. ഇതാ, ഇത് പ്രൈവറ്റ് വർക്കാട്ടോ. അതായത് ഇവർ മതിൽ വരെ കെട്ടി കൊടുക്കും, പക്ഷേ ഇങ്ങനെ ഇതുപോലെ ആക്കി കൊടുക്കും. അതിന് ശേഷം ബാക്കിയുള്ള ഫ്രണ്ടേജ് കവർ ചെയ്യലൊക്കെ ഇതായി ഗേറ്റ് വെക്കലൊക്കെ ഇവരുടെ പണി, സ്വന്തമായിട്ടുള്ള പണി. അതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ ഫാമിലി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാത്രമേ ഇവിടെ പ്രവേശനമുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഇത് ഇതൊക്കെ പറഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ടേ വീഡിയോകളിലേക്ക് എത്തുള്ളൂ. അപ്പം നേരത്തെ കാണിച്ചത് ഏതായാലും ഇവരുടെ മിറ്റ് അവർ ഉഷാറാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഇനി ഇത് കണ്ട് ചെയ്തോളൂ. നമ്മൾ 51 വീടുകൾ പണിഞ്ഞ വീടിൻ്റെ കുറച്ചൊരു മുട്ടിൽ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു 1/2 കിലോമീറ്റർ ഇല്ല, കുറച്ചും കൂടി പോന്നു കഴിഞ്ഞാൽ തന്നെ ബാക്കിയുള്ള വീട് പറഞ്ഞാൽ മൊത്തം ഇല്ല കേട്ടോ. ഇവിടെ 23 വീടുകളുടെ വർക്കാണ് ഇവിടെ നടക്കുന്നത്. അവിടെ നേതാക്കന്മാരൊക്കെ വന്നിട്ടുണ്ട്. PK ബഷീർ ബായോ ആരൊക്കെ ഉണ്ട് അവിടെ, ക്യാമറമാന്മാരൊക്കെ ഉണ്ട് അവിടെ. അവരൊക്കെ വീടിൻ്റെ വർക്ക് എങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. ഫൗണ്ടേഷൻ തറ വർക്കൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. എവിടെതാ ഫ്രണ്ട് ഭാഗത്ത് തന്നെ ഒന്നിൻ്റെ പ്ലാസ്റ്ററിങ് വരെ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി അതാ പടക് മെയിൻ സ്ലേവ് വാർക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നു. ഇതാട്ടോ അവരുടെ വർക്ക്. മെഷീൻ കല്ലാണ് ഫുള്ള്. നമ്മളെ നാട്ടിലുള്ള വർക്ക് അതാണ് ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതെല്ലാത്തിലേക്കും റോഡുകൾ അത് പിന്നെ അറിയാലോ. ഇതിപ്പോൾ അവിടുത്തെ പോലെ അല്ല, അവിടെ ഒരു നടുക്ക് കൂടിയ റോഡ്, പക്ഷേ ഇവിടെ ഉള്ളിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റോഡ് ഉണ്ട് കേട്ടോ. ഇവിടെ സ്ഥലം കുറച്ച് വീതിയിലാണ്, അതുകൊണ്ടായിരിക്കും. ഏതായാലും സുഹൃത്തുക്കളെ, നമ്മുടെ ലീഗ് നിർമ്മിച്ച് കൊടുത്ത ഈ വീട്, ആ 6 വീട് തന്നെ കേട്ടോ. സംഭവം പൊളിയാണ്. നമ്മുടെ സാധാ നാച്ചുറൽ വീട് എന്ന് തന്നെ പറയാം കേട്ടോ. മെഷീൻ കല്ലൊക്കെ വെച്ചിട്ടുള്ള സാധാ നാട്ടിൽ നിർമ്മിക്കുന്ന സെയിം വീട്. അതിനൊന്നും ഒരു കുഴപ്പമില്ല. 3 റൂം. ഒരു സാധാരണക്കാരൻ്റെ സ്വപ്നമാണ് 3 റൂമുള്ള ഒറ്റ നില വീട്. അതാണ് ഇവിടെ നമ്മൾ ഈ കാണുന്നത്. ഏതായാലും മുകളിലേക്ക് എടുക്കൽ ഈ വർക്കാട്ടോ. ഈ കാണുന്ന വർക്കുകളൊക്കെയാണ് ഇവരുടെ വർക്ക്. പിന്നെ ബൗണ്ടറിയും കൂടി ഇവരുടെ ചിലവിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഗേറ്റ് വെക്കൽ, ബാക്കിയുള്ള മിറ്റം, ബാക്കിയുള്ള സൗന്ദര്യ വർക്കുകളൊക്കെ ഇവരെന്നെ ചെയ്യണം കേട്ടോ. അപ്പം പിന്നെ മുകളിലേക്ക് എടുക്കാനുള്ള സ്റ്റെയർ, അതിനുള്ള സൗകര്യമാണ്. ഒരു ഗ്യാപ്പ്, ആ ബാക്ക് സൈഡിലായിട്ടൊരു ഗ്യാപ്പ് ഉണ്ട്. അതൊക്കെ ഇനി ഭാവിയിൽ എന്തൊക്കെ കാട്ടേണ്ടത് അതൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ വന്നിടത്തോളം എനിക്ക് ഇവിടെയുള്ള ജനങ്ങളും ഇനിയിപ്പോൾ അവിടെ ഒരു നല്ലൊരു സന്തോഷം തന്നെ ആയിരിക്കും കേട്ടോ. ഏതൊരു ആഘോഷം വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടിയിട്ടുള്ള പരിപാടിയൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ സന്തോഷമാകുന്നുണ്ട്. മുൻഭാഗത്തൊരു കയർ വെച്ച് കെട്ടി ഇനി അതുപോലെ എവിടെയും ബ്ലോക്ക് ചെയ്യാൻ പോകണം. അതിൻ്റെ മുന്നോടിയായിട്ട് എനിക്ക് മെല്ലെ ഇവിടെ നിന്ന് എസ്കേപ്പ് ആവണം. അപ്പോൾ സ്നേഹിതന്മാരെ, ഇതൊക്കെ കേട്ടോ നമ്മുടെ ലീഗിൻ്റെ ഉദ്ഘാടനത്തിന് മുമ്പ് കുറച്ച് നേരം മുമ്പുള്ള കാഴ്ചകൾ കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താളി. ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ കൊണ്ട് ചെയ്താളി കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.